ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി അൺടൈംഡ് എന്ന സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡാണ്. ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീരീസുകളിൽ ഒരെണ്ണം ഇതാണ്. ഇമോഷണൽ ആയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിരിക്കുന്നത് ഈ സീരീസ് ആണ്. മുമ്പ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിൽ ഈ സീരീസ് അപ്ലോഡ് ചെയ്തതായിരുന്നു. പക്ഷെ ഈ സീരീസ് കാരണമാണ് എന്റെ ചാനൽ കോപ്പിറൈറ്റ് കിട്ടി ബാൻ ആയി പോയതും. അതുകൊണ്ടാണ് രണ്ടാമത് ചാനൽ തുടങ്ങിയപ്പോൾ പേടിച്ച് ഈ ഒരു സീരീസ് മാത്രം ചെയ്യാതിരുന്നത്. പക്ഷെ പലപ്പോഴായിട്ട് എല്ലാവരും ഈ സീരീസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവസാനം ഈ സീരീസ് ചെയ്യാമെന്ന് കരുതി. ഇതുവഴി ചാനൽ എന്നേക്കും പോവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യില്ല. ഇപ്പോൾ ഈ സീരീസിന്റെ എക്സ്പ്ലനേഷൻ പ്ലേ സ്റ്റോറിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് വഴി മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ആഡ്സ് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ആ ലിങ്ക് വഴി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ എപ്പിസോഡ് എല്ലാവരും കാണത്തക്ക രീതിയിൽ യൂട്യൂബിൽ ഞാൻ പബ്ലിക് ആക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ ഈ ഒരു സീരീസ് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യത്തെ ഒരു എപ്പിസോഡ് മാത്രമേ ഇപ്പോൾ യൂട്യൂബിൽ പബ്ലിക് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അതിനുശേഷമുള്ള എപ്പിസോഡുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കുന്നത് ബാറ്റിൽ ടു ദ ഹെവൻസ് എന്ന സീരീസിന് ശേഷമായിരിക്കും. എങ്കിലും പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ അത് നേരത്തെ തന്നെ ലഭ്യമായിരിക്കും. അപ്പോ സമയം കളയേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ ഇൻ ടൈഗർ സീൽ എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വസ്തുവിന് വേണ്ടി ആളുകൾ പരസ്പരം ആക്രമിച്ച് മരിക്കുന്നു. ഒരാൾ അത് എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് അയാളെ ക്രൂരമായിട്ട് ആക്രമിക്കും. ചിലപ്പോൾ മരിച്ചെന്ന് തന്നെ വരാം. അങ്ങനെ പരസ്പരം കുറെ ആളുകൾ അങ്ങനെ ആക്രമിക്കുന്നതും കൊല ചെയ്യപ്പെടുന്നതും വെയ്വുഷിയാൻ എന്ന നമ്മുടെ കഥയിലെ നായകൻ വിഷമത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള വെയ്വുഷിയാനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നതായിട്ടും കേൾക്കാം. എല്ലാവർക്കും സന്തോഷിക്കാം, വെയ്വുഷിയാൻ മരിച്ചിരിക്കുന്നു. ജിയാങ് ക്ലാനും മറ്റുള്ള പ്രധാനപ്പെട്ട ക്ലാനുകളും ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് അവനെ കൊല്ലുവാൻ സാധിച്ചത്. ജിയാങ് ക്ലാൻ ആണ് അവനെ എടുത്തു വളർത്തിയത് തന്നെ. എടുത്തു വളർത്തിയ അവന്റെ ഫാമിലിക്ക് തന്നെ അവൻ ദുരന്തം വരുത്തി വെച്ചിരിക്കുന്നു. തുടക്കത്തിലെ ഇതറിഞ്ഞിരുന്നെങ്കിൽ തുടക്കത്തിലെ തന്നെ അവനെ കൊല്ലാമായിരുന്നു. എന്തായാലും അവൻ ഇപ്പോൾ മരിച്ചല്ലോ എന്നൊക്കെ ആളുകൾ പരസ്പരം പറയുന്നതായിട്ട് കേൾക്കാം. ശേഷം വെയ്വുഷിയാൻ എന്ന നമ്മുടെ കഥയിലെ നായകൻ മരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ടാണ് അവൻ അവിടെ ഉണ്ടായിരുന്ന ക്ലിഫിൽ നിന്ന് എടുത്ത് ചാടുന്നത്. എന്നാൽ വീഴുന്നതിന് തൊട്ടു മുമ്പേ നമ്മുടെ കഥയിലെ രണ്ടാമത്തെ നായകനായിട്ടുള്ള ലാൻഷാൻ ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്നും ഒരുപാട് ചോരകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ സീരീസ് നേരത്തെ കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ പേടിക്കേണ്ട, ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ലാൻഷാനെ സ്നേഹത്തോടെയാണ് വെയ്വുഷിയാൻ അവന്റെ പേര് വിളിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അവനെ കൊന്നു എന്ന് പറയുന്ന ജിയാങ് ചെങ് അവിടെ എത്തുന്നു. ജിയാങ് ചെങ്ങിനെ കണ്ടു കഴിയുമ്പോൾ വെയ്വുഷിയാൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സന്തോഷത്തോടെ അവന്റെ പേരൊക്കെ വിളിക്കുന്നു. എന്നാൽ ജിയാങ് ചെങ് ആകട്ടെ ദേഷ്യത്തോടെ പോയി മരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് വാളുകൊണ്ട് അവനെ കൊത്തുകയായിരുന്നു. അങ്ങനെയാണ് വെയ്വുഷിയാൻ മരിക്കുന്നത്. അതിനുശേഷം ആ ക്ലിഫിന്റെ അടിയിൽ നിന്നോ അതിന്റെ പരിസരത്ത് നിന്നോ വെയ്വുഷിയാന്റെ ഡെഡ് ബോഡി പോലും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും അവൻ മരിച്ചു എന്ന് തന്നെ കരുതുന്നു. ഈ സംഭവം എല്ലാം നടക്കുന്നത് പ്രസന്റിൽ നിന്ന് 16 വർഷങ്ങൾക്ക് മുമ്പാണ്. വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. പ്രസന്റിൽ ഒരു സ്റ്റോറി ടെല്ലർ ഈ കഥയെല്ലാം അയാളുടെ മുമ്പിലിരിക്കുന്ന ഗൂസു ലാൻ ക്ലാനിലെ സ്റ്റുഡൻസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്റ്റുഡന്റ് സംശയം പോലെ ചോദിക്കുകയാണ്, അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് യീലിംഗ് പാട്രിയാർക്ക് വെയ്വുഷിയാൻ മരിച്ചു എന്നാണോ അല്ലെങ്കിൽ ഇല്ല എന്നാണോ? അത് കേട്ട് കഴിയുമ്പോൾ അയാൾ അല്പം ഒന്ന് ഭയന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നു. അവിടെ കർട്ടന്റെ പുറകിൽ താളം പിടിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ ആരാണെന്ന് കാണിക്കുന്നില്ല. എല്ലാ സ്റ്റുഡൻസും അപ്പോൾ ആ വ്യക്തിയെ എത്തി നോക്കുന്നത് കണ്ട് സ്റ്റോറി ടെല്ലർ പറയുകയാണ്, ആ ക്ലിഫിൽ നിന്ന് വെയ്വുഷിയാൻ താഴേക്ക് വീണല്ലോ. ജിയാങ് ക്ലാനിലുള്ള ജിയാങ് ചെൻ അടക്കം പലരും അവന്റെ ഡെഡ് ബോഡി ആ ക്ലിഫിന്റെ അടിയിൽ നോക്കിയതാണ്. പക്ഷേ ആർക്കും അവന്റെ ഡെഡ് ബോഡി കണ്ടെത്താനായില്ല. ലെജൻഡ്സ് പറയുന്നത് യീലിംഗ് പാട്രിയാർക്കായിട്ടുള്ള വെയ്വുഷിയാന് ഈ ലോകത്തെ തന്നെ തലകീഴായി മറിക്കാനും നശിപ്പിക്കാനും സാധിക്കുമായിരുന്നു എന്നാണ്. ഈ 16 വർഷം പീസ്ഫുൾ ആയിരുന്നു. പക്ഷേ ആർക്കറിയാം യീലിംഗ് പാട്രിയാർക്കായിട്ടുള്ള വെയ്വുഷിയാൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന്. ഇതേ സമയം തന്നെ ഗൂസു ലാൻ ക്ലാനിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റുഡന്റിനെ കാണിക്കുന്നുണ്ട്. അവന്റെ പേരാണ് ലാൻ യുവാൻ. ഇവന്റെ പേര് പ്രത്യേകം ഓർത്തു വെക്കണം. സ്റ്റോറി ടെല്ലർ അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവിടമാകെ ഇരുട്ട് വ്യാപിക്കുന്നു. പുറത്ത് ഒരു നാടോടിയാകട്ടെ പേടിപ്പെടുത്തുന്ന രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. ആത്മാവ് തിരികെ വന്നിരിക്കുന്നു, ഇനി പാതാള ലോകത്തേക്ക് തിരികെ പോകാൻ പോകുന്നില്ല. പിന്നെ കാണിക്കുന്നത് മോ ഫാമിലിയിലെ ഒരു മാളികയാണ്. അവിടെ ഒരുപാട് തലിസ്മാനുകളുടെ ചുറ്റിനും ഇരിക്കുന്ന വെയ്വുഷിയാനെ കാണിക്കുന്നു. വെയ്വുഷിയാൻ
വെയ്വുഷിയാന്റെ മുമ്പിലേക്ക് മോഷുവാന്യു എന്നൊരു വ്യക്തി വരികയാണ്. ഇയാളെ കുറിച്ച് കൂടുതലായിട്ട് പിന്നീട് പറയാത്തത് കൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും പറയാം. ഈ മോഷുവാന്യു എന്നത് ഡീമോണിക് കൾട്ടിവേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ ലാൻലിംഗ് ജിൻക്ലാന്റെ നേതാവിന്റെ ഒരു ജാരസന്തതിയാണ്. അന്ന് ആ ക്ലിഫിൽ നിന്ന് വീണ വെയ്വുഷിയാനെ ഇവൻ രക്ഷിക്കുകയായിരുന്നു. എങ്ങനെയാണ് അവൻ വെയ്വുഷിയാനെ രക്ഷിച്ചതെന്നറിയാമോ? അവന്റെ തന്നെ ബോഡി സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ്. ഡീമോണിക് കൾട്ടിവേഷൻ അല്ലേ, അതൊക്കെ എളുപ്പമാണ്. എന്തിനാണ് സ്വന്തം ജീവൻ പോലും കൊടുത്ത് വെയ്വുഷിയാനെ രക്ഷിച്ചതെന്ന് അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും. വേറൊന്നുമല്ല, വെയ്വുഷിയാനിലൂടെ അവന്റെ പ്രതികാരം വീട്ടണം. വെയ്വുഷിയാൻ പവർഫുൾ ആണ്, പക്ഷേ മോഷുവാനി അത്രയ്ക്ക് പവർഫുൾ ഒന്നുമല്ല. അതുകൊണ്ടാണ് വെയ്വുഷിയാനെ രക്ഷിക്കാൻ തീരുമാനിച്ചത്. വെയ്വുഷിയാനിലൂടെ അവന്റെ പ്രതികാരം വീട്ടണം. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അപമാനം മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്നവനാണ് മോഷുവാന്യു. അവനോട് മോശമായിട്ട് പെരുമാറിയ, അവനെ അവഹേളിച്ച എല്ലാവരോടും പ്രതികാരം വീട്ടാൻ പറഞ്ഞുകൊണ്ട് മോഷുവാന്റെ ബോഡി തന്നെ അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. വെയ്വുഷിയാനാകട്ടെ ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു. മോഷുവാനുവിന് വേണ്ടി അവൻ പ്രതികാരം വീട്ടിയാൽ മാത്രമേ വെയ്വുഷിയാന്റെ ശരീരത്തിൽ മോഷുവാന്യു അവശേഷിപ്പിച്ച ശാപത്തിൽ നിന്ന് അവന് മോചനം കിട്ടുകയുള്ളൂ. വലിയ കുറെ മുറിവുകളാണ് ശാപമായിട്ട് അവന്റെ ശരീരത്തിൽ അവശേഷിക്കുന്നത്. മോഷുവാന്യു അവിടുന്ന് അപ്രത്യക്ഷമായ ഉടനെ തന്നെ മോഷുവാനുവിന്റെ കസിനായിട്ടുള്ള മോസിയുവാൻ കുറച്ച് ആളുകളുമായിട്ട് വന്ന് വെയ്വുഷിയാനെ ആക്രമിക്കുന്നു. മോഷുവാനു ആണെന്ന് കരുതിയാണ് വെയ്വുഷിയാനെ ആക്രമിക്കുന്നത്. മോഷുവാന്യു അവനെതിരെ എന്തോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് അവനെ ആക്രമിക്കുന്നതും അവന്റെ സ്ഥലത്തുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ നശിപ്പിച്ച് കളയുന്നതും. മോസിയുവാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടത്തെ ചോറ് തിന്നിട്ട് നീ എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുകയാണോ? കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ പേടിക്കുമെന്ന് കരുതിയോ? ഇവിടുത്തെ സ്വത്തുക്കളിലാണ് നിന്റെ കണ്ണെങ്കിൽ അത് നീ സ്വപ്നം കണ്ടാ മതി. ഒരിക്കലും ഇവിടുന്ന് ഒന്നും തന്നെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോഴേക്കും ഒരു സേവകൻ വന്ന് ഗൂസുലാൻഡ് സെക്റ്റിൽ നിന്ന് എക്സോസിസം ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മോ ഫാമിലിയിൽ പ്രേതബാധയുടെ ശല്യമുണ്ട്. അതുകൊണ്ടാണ് ഗൂസുലാൻഡ് ക്ലാനിൽ നിന്ന് ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഉടനെ തന്നെ മോസിയാനും മറ്റുള്ളവരും അവിടുന്ന് പോകുന്നു. വെയ്വുഷിയാൻ ആണെങ്കിൽ എന്തിനാണ് അവർ ആക്രമിക്കുന്നത് എന്ന് പോലും മനസ്സിലായിരുന്നില്ല. അതിനുശേഷം മുഖം കഴുകി വെയ്വുഷിയാൻ ഫ്രഷ് ആവുന്ന സമയത്ത് മോഷിയാനോട് എന്ന പോലെ ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ രക്ഷിച്ചത്? മരിച്ചതിൽ ഞാൻ സന്തോഷവാനായിരുന്നല്ലോ. ഓ, ഈലിം പാട്രിയാർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഞാൻ പ്രതികാരം വീട്ടാൻ വിദഗ്ധനാണല്ലോ. നിന്റെ പ്രതികാരം വീട്ടുന്നതുവരെയും എന്റെ ശരീരത്തിലുള്ള ഈ മുറിവുകളൊന്നും അപ്രത്യക്ഷമാകാൻ പോകുന്നില്ല. ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ കാണുമ്പോൾ അത്രയും പ്രതികാരം അവന് ചെയ്തു തീർക്കാനുണ്ട് എന്ന് വെയ്വുഷിയാന് മനസ്സിലാകുന്നു. ഇതിലും ഭേദം മരണം തന്നെയായിരുന്നു എന്ന് അവനപ്പോൾ സ്വയം പറയുന്നു. അപ്പോഴേക്കും മോഷിവാനു ആണെന്ന് കരുതി മറ്റൊരു വ്യക്തി അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. ഇന്നേ ദിവസം അവൻ എന്താണ് മുഖംമൂടി വെക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. മോഷിവാനുവിന് 13 വയസ്സുള്ളപ്പോൾ മുതൽ ഒന്നില്ലെങ്കിൽ അവൻ മുഖംമൂടി വെക്കും, അല്ലെങ്കിൽ മുഖത്ത് ഒരുപാട് പൗഡർ പൂശിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കണം വെയ്വുഷിയാനെ കണ്ടപ്പോൾ മോഷിവാനു ആണെന്ന് തോന്നിയത്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷിവാനുവിന്റെ ബോഡിയാണല്ലോ വെയ്വുഷിയാന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ടും മറ്റുള്ളവർക്ക് അത് മോഷിവാനു ആണ് എന്ന് പെട്ടെന്ന് തോന്നാം. അതിനുശേഷം അവനോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടാതെ വെയ്വുഷിയാൻ അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ആ വ്യക്തി അവനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവനെ ഓടിച്ചെന്ന് ആക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വെയ്വുഷിയാൻ അവന്റെ ശക്തി ഉപയോഗിച്ച് ആ വ്യക്തിയെ ഫ്രീസ് ആക്കുന്നു. ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന പീനട്സ് ഒക്കെ എടുത്ത് കഴിച്ച് മുന്നോട്ട് നടക്കുന്നു. അപ്പോഴാണ് ഗൂസുലാൻഡ് സെക്റ്റിലുള്ളവർ അങ്ങോട്ട് വരുന്നതായിട്ട് കാണുന്നത്. നേരത്തെ സ്റ്റോറി ടെല്ലർ കഥ പറഞ്ഞ സ്റ്റുഡൻസ് തന്നെയാണത്. അവരെ കാണുമ്പോൾ പേടിച്ച് വെയ്വുഷിയാൻ മുഖം തിരിഞ്ഞിരിക്കുന്നു. അവർ പോയി കഴിയുമ്പോഴാകട്ടെ വെയ്വുഷിയാൻ ആലോചിക്കുന്നുണ്ട്, ഇനി അവനും ഇവിടെ വന്നിട്ടുണ്ടാകുമോ? ലാൻഷാനെ ആയിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലുള്ള മുഖംമൂടിയെയാണ് വെയ്വുഷിയാൻ ഒന്ന് നോക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഗൂസുലാൻഡ് ക്ലാനിലുള്ള സ്റ്റുഡൻസിനെ സ്വാഗതം ചെയ്യുന്ന മോ ഫാമിലിയെയാണ്. മോ ഫാമിലിയിലുള്ളവർ സാധാരണ മനുഷ്യരാണ്, മോർട്ടൽസ് ആണ്. എന്നാൽ ഗൂസുലാൻഡ് ക്ലാനിലുള്ളവരൊക്കെ ആകട്ടെ ഇമ്മോർട്ടൽ കൾട്ടിവേറ്റേഴ്സ് ഒക്കെയാണ്. അതുകൊണ്ട് വലിയ ബഹുമാനത്തോടു കൂടിയാണ് അവരെ സ്വീകരിക്കുന്നത്. അവരെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നത്. അവരുടെ ഫാമിലിയിലും ഒരു കൾട്ടിവേറ്റർ ഉണ്ടായിരുന്നു എന്ന് വലിയ അഹങ്കാരത്തോടെയൊക്കെ മോ ഫാമിലിയുടെ മാഡം പറയുന്നു. മോ ഫാമിലിയിലൊക്കെ സ്ത്രീകൾക്കാണ് പ്രാധാന്യം. അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന വെയ്വുഷിയാൻ മുഖംമൂടി ധരിച്ച് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചാടി അവരുടെ മുമ്പിലേക്ക് വീണുകൊണ്ട് ആ കൾട്ടിവേറ്റർ ഞാനാണ് എന്ന് പറയുന്നു. മോ ഫാമിലിയുടെ മാഡം അപ്പോൾ രഹസ്യമായിട്ട് അവരുടെ ഭർത്താവിനോട് പറയുന്നത്, ഇവനെ പൂട്ടിയിട്ടിരുന്നതല്ലേ, എങ്ങനെയാണ് പുറത്തേക്ക് വന്നത് എന്നൊക്കെയാണ്. അതുമാത്രമല്ല അവനെ അവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറയുന്നു. എന്നാൽ വെയ്വുഷിയാൻ ആകട്ടെ അത് കേട്ട് കഴിയുമ്പോൾ നിലത്ത് കിടന്ന് കൈയിട്ടടിച്ചുകൊണ്ട് ഞാൻ പോകില്ല എന്നൊക്കെ പറയുന്നു. അത് കണ്ട് ഗൂസുലാൻഡ് ക്ലാനിലുള്ളവരടക്കം എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. അവിടെ കുറെ ആളുകളും അവരെ കാണുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ മോ ഫാമിലിയുടെ മാഡം ആകട്ടെ നാണം കെട്ടു പോകുന്നു. മോസിയാൻ അതെല്ലാം കണ്ടു കഴിയുമ്പോൾ ദേഷ്യത്തോടെ വെയ്വുഷിയാനെ തറയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉടനെ
ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന തൂണിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറയുന്നു. അതുമാത്രമല്ല ബലപ്രയോഗത്തിലൂടെ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത എല്ലാ സാധനങ്ങളും തിരികെ തരാനും ആവശ്യപ്പെടുന്നു. മോസിയുവാൻ കുറെ തലിസ്മാനൊക്കെ അവന്റെ കയ്യിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ എടുത്തുകൊണ്ട് പോയല്ലോ, അതിനെക്കുറിച്ചായിരിക്കണം ചിലപ്പോൾ പറയുന്നത്. മോസിയുവാൻ ആകട്ടെ അതെല്ലാം കേട്ട് ശരിക്കും ദേഷ്യമാവുകയും അവനെ ചവിട്ടാൻ പോവുകയും ചെയ്യുന്നു. എന്നാൽ ഗൂസുലാൻ ക്ലാനിലെ ലാൻ യുവാൻ ഒരു നല്ല സ്റ്റുഡന്റ് ആയിരുന്നു. അവനത് കണ്ടു നിൽക്കാനായില്ല. അവൻ അവന്റെ കയ്യിൽ നിന്ന് എന്തോ തട്ടിവിടുമ്പോൾ മോസിയുവാന് ശരിക്കും വെയ്വുഷിയാനെ ചവിട്ടാൻ സാധിക്കുന്നില്ല. എന്നാൽ ചവിട്ട് കിട്ടിയതുപോലെ വെയ്വുഷിയാൻ നിലത്ത് കിടന്ന് ഉരുളുകയൊക്കെ ചെയ്യുന്നു. അതുമാത്രമല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ എന്നെ ആക്രമിച്ചു, മോ ഫാമിലിയിലെ എല്ലാവരും ഇങ്ങനെയാണ്, അവരെന്നെ വെറുക്കുന്നു, അവർക്ക് എന്നോട് അസൂയാണ്, എനിക്കിവിടെ നിൽക്കേണ്ട എന്നൊക്കെ കരഞ്ഞുകൊണ്ട് വെയ്വുഷിയാൻ പറയുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവിടെ കൂടിയിരുന്നവരും അത് വിശ്വസിച്ചു പോകുന്നു. എന്തൊക്കെയായാലും അവരുടെ തന്നെ ഒരു ബ്ലഡ് അല്ല അവനിലൂടെയും ഒഴുകുന്നത്, എന്തിനാണ് അവനോട് ഇങ്ങനെ ക്രൂരത കാട്ടുന്നത് എന്നൊക്കെയാണ് ആളുകളും പരസ്പരം പറയുന്നത്. മോസിയുവാൻ ആകട്ടെ ഞാൻ അവനെ ചവിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. വെയ്വുഷിയാൻ ആകട്ടെ അതിനുശേഷം ഒന്നില്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങൾ തിരികെ തരണം, അല്ല എങ്കിൽ മോസിയുവാൻ അവന്റെ മുമ്പിൽ മുട്ടുമടക്കണം എന്ന് പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ മോസിയുവാൻ ദേഷ്യത്തോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു വൈൻ ജാർ എടുത്ത് വെയ്വുഷിയാനെ ആക്രമിക്കുന്നു. എന്നാൽ വെയ്വുഷിയാൻ വളരെ പവർഫുൾ ആണല്ലോ, അവന്റെ മുമ്പിലൂടെ 2-3 പ്രാവശ്യം വട്ടമൊക്കെ ചുറ്റിയതിനു ശേഷം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ശേഷം ആളുകളോട് അത് കണ്ടില്ലേ എന്ന് പറയുന്നു. ആളുകൾ അപ്പോൾ പൂർണ്ണമായിട്ടും വെയ്വുഷിയാനെ വിശ്വസിക്കുന്നു. ലാൻ യുവാൻ ആകട്ടെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ നമുക്കിതെല്ലാം സംസാരിച്ച് തീർക്കാമെന്ന് പറയുന്നു. മോ ഫാമിലിയിലെ മാഡം അപ്പോൾ മുന്നോട്ട് വന്നിട്ട് ലാൻ യുവാനോട് പറയുകയാണ്, അതൊന്നും കാര്യമാക്കേണ്ട, ഇതെന്റെ സഹോദരിയുടെ മകനാണ്, ഇവന് ചെറുപ്പം മുതലേ പ്രാന്താണ്, അവൻ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. വെയ്വുഷിയാൻ അപ്പോൾ ഞാൻ പറയുന്ന ഒന്നും കാര്യമാക്കണ്ടല്ലേ, എങ്കിൽ ശരി, ഇനി ആരെങ്കിലും എന്റെ മേത്ത് തൊടുകയാണെങ്കിൽ അവന്റെ കൈ ഞാൻ ഒടിക്കും. മോസിയുവാൻ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ വീണ്ടും ദേഷ്യമാകുന്നു. എന്നാൽ അത് കണ്ട് അവന്റെ പാരന്റ്സ് ശരിക്കും അവനെ ശകാരിക്കുന്നു. വെയ്വുഷിയാൻ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന വൈൻ ജാർ എടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അല്പം കഴിയുമ്പോൾ മോസിയുവാനും ദേഷ്യത്തോടെ പ്രതികാരം വീട്ടാൻ അവന്റെ പുറകെ പോകുന്നുണ്ട്. ലാൻ യുവാൻ ആകട്ടെ മോ ഫാമിലിയിലുള്ള എല്ലാവരോടും ഇന്നേ ദിവസം എന്തൊക്കെ തന്നെ സംഭവിച്ചാലും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നു. ഇന്ന് തന്നെയാണ് അവർ എക്സോസിസം ഒക്കെ ചെയ്യാൻ പോകുന്നത്. വെയ്വുഷിയാൻ ആകട്ടെ അതിനുശേഷം ആ വൈൻ മറ്റൊരു സ്ഥലത്ത് വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനത് ഇഷ്ടമാകുന്നില്ല, അത് വെള്ളം പോലെയാണ് എന്നാണ് പറയുന്നത്. ശേഷം കയ്യിലെ മുറിവുകളിലേക്ക് നോക്കിയിട്ട് അവൻ പറയുന്നത് മോ ഫാമിലിയെ മുഴുവനായിട്ട് തുടച്ചു നീക്കേണ്ടി വരുമോ എന്നാണ്. കാരണം മോഷിയാനുവിനെ മോ ഫാമിലിയിലെ എല്ലാവരും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഇന്നേ ദിവസം കൊണ്ട് വെയ്വുഷിയാന് മനസ്സിലായി. അപ്പോഴാണ് ഗൂസുലാൻ സെക്റ്റിലുള്ള ശിഷ്യന്മാർ അവിടെ എത്തി എക്സോസിസവുമായി ബന്ധപ്പെട്ട എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുന്നത്. അവരുടെ കയ്യിൽ ആത്മാക്കളെ അട്രാക്ട് ചെയ്യാനുള്ള കൊടികൾ ഉണ്ടായിരുന്നു. വെയ്വുഷിയാന് അത് കണ്ടു കഴിയുമ്പോൾ താൻ ഉണ്ടാക്കിയതാണല്ലോ ആ കൊടി എന്ന് ഓർക്കുന്നു. വെയ്വുഷിയാൻ ആകട്ടെ അതിനുശേഷം ഓടി വന്ന് അതിൽ നിന്ന് ഒരു കൊടി എടുത്തുകൊണ്ട് പോകുന്നു. അവർ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ കേട്ടില്ല. അത് തനിക്ക് വേണമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. എന്നാൽ ഒരു ശിഷ്യൻ അവന്റെ മുമ്പിൽ വന്ന് നിന്ന് അവനെ തടയുന്നു. ലാൻ ജിങ്ങി എന്നാണ് ഈ ശിഷ്യന്റെ പേര്. വളരെ ദേഷ്യത്തോടെയായിരുന്നു വെയ്വുഷിയാനോട് ആ കൊടി തരാൻ അവൻ ആവശ്യപ്പെട്ടത്. അത് കണ്ടു കഴിയുമ്പോൾ ലാൻ യുവാൻ അവിടെ എത്തി ലാൻ ജിങ്ങിയോട് ദേഷ്യപ്പെടാതെ സൗമ്യമായിട്ട് അവനോട് അത് ചോദിക്കാൻ പറയുന്നു. ശേഷം വെയ്വുഷിയാനോട് സൗമ്യമായിട്ടാണ് ലാൻ യുവാൻ സംസാരിക്കുന്നത്. വെയ്വുഷിയാൻ ആകട്ടെ ഇതേ സമയം ആ കൊടി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയായിരുന്നു. ആ കൊടിയിലെ എല്ലാം ശരിയാണ്, പക്ഷേ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലായി. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആത്മാക്കളെ മാത്രമേ അത് ആകർഷിക്കുകയുള്ളൂ. ലാൻ യുവാൻ ആകട്ടെ സൗമ്യമായിട്ട് നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊടി തരാൻ ആവശ്യപ്പെടുന്നു. അതുമാത്രമല്ല എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഇനി പുറത്തേക്ക് ഇറങ്ങരുത് എന്നും പറയുന്നു. അപ്പോൾ അവന്റെ ഡ്രസ്സിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ചങ്ങാതിയായിട്ടുള്ള ലാൻഷാനെ കുറിച്ചുള്ള ഓർമ്മകളാണ് വെയ്വുഷിയാന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ ഇരുന്നു പോകുന്നു. അത് കണ്ട് ലാൻ യുവാൻ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. വെയ്വുഷിയാൻ ആകട്ടെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആർക്ക് വേണം ഈ കൊടി എന്ന് പറഞ്ഞ് അത് നിലത്തിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ലാൻ ജിങ്ങി അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ പ്രാന്തൻ എന്നൊക്കെ വിളിക്കുമെങ്കിലും ലാൻ യുവാൻ ആകട്ടെ നമുക്ക് സമയമില്ല, വേഗം വർക്കിലേക്ക് തിരിയാമെന്ന് പറയുന്നു. രാത്രിയിൽ മോസിയുവാൻ ആകട്ടെ വെയ്വുഷിയാനോട് പ്രതികാരം വീട്ടുന്നതിന് വേണ്ടി അവന്റെ കൂടെ ഒരു വ്യക്തിയോട് കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. നേരത്തെ വെയ്വുഷിയാൻ ഫ്രീസ് ആക്കിയ വ്യക്തി തന്നെയാണത്. ആ വ്യക്തി പറയുന്നത് പുറത്തിറങ്ങാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് എന്നാണ്. എന്നാൽ മോസിയുവാൻ പറയുന്നത് പുറത്തിറങ്ങിയില്ലെങ്കിൽ മോഷുവാനുവിനോട് എങ്ങനെ പ്രതികാരം വീട്ടുമെന്നാണ്, അതായത് വെയ്വുഷിയാനോട്. അതിനുശേഷം കൂടിയുള്ള വ്യക്തിയോട് മോസിയുവാൻ അവിടെ ഉണ്ടായിരുന്ന ഫ്ലാഗ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അത് എന്തോ വലിയ നിധിയാണെന്നാണ് മോസിയുവാൻ കരുതുന്നത്. കാരണം ഗൂസുലാൻ ക്ലാനിലുള്ള എല്ലാ ശിഷ്യന്മാരുടെ കയ്യിലും ആ കൊടി ഉണ്ടായിരുന്നു. വേറെ നിവർത്തിയില്ലാതെ ആ വ്യക്തി മോസിയുവാൻ പറഞ്ഞത് കേട്ട് ഒരു കൊടി എടുത്തുകൊണ്ട് മോസിയുവാന് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇതേ സമയം തന്നെ വെയ്വുഷിയാൻ അവന്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഈ സീരീസിലെ ഫേമസ് ആയിട്ടുള്ള ആ മ്യൂസിക് വായിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂസിക്കിന്
എന്തോ ഒരു പവറുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഞാനും ഒന്ന് ഇമോഷണൽ ആയിരുന്നു. കുറച്ചു നാള് ഈ മ്യൂസിക് എന്റെ ഫോണിൽ ഞാൻ റിംഗ് ടോൺ ആയിട്ട് ഇട്ടിരുന്നു. എന്നിട്ട് പോലും ഇപ്പോൾ ഞാൻ ഈ മ്യൂസിക് വീണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ പണ്ട് എന്ത് ഫീലാണോ കിട്ടിയത് അതേ ഫീല് തന്നെ കിട്ടുന്നുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് കഥയിലേക്ക് തിരികെ വരാം. ഈ മ്യൂസിക് കേട്ട് കഴിയുമ്പോൾ തന്നെ ലാൻ യുവാന് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. ആ മ്യൂസിക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നുന്നു. ഗോസുലാൻ ക്ലാനിലെ ഒരു മെലഡി അല്ലേ അത്, അവൻ അത് എവിടെന്ന് പഠിച്ചു എന്നൊക്കെ ലാൻ ജിങ്ങിയോട് ലാൻ യുവാൻ ചോദിക്കുന്നു. എന്നാൽ അത് ടെറിബിൾ ആയിട്ടുള്ള മ്യൂസിക് ആണ്, ഞാൻ എവിടെയും കേട്ടിട്ടില്ല എന്നാണ് ലാൻ ജിങ്ങി പറയുന്നത്. അപ്പോഴേക്കും കുറച്ച് ആളുകൾ വന്ന് ബലപ്രയോഗത്തിലൂടെ വെയ്വുഷിയാനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നു. മുഖംമൂടി ധരിക്കാതിരുന്നത് കൊണ്ട് ലാൻ ക്ലാനിലുള്ളവർ തന്നെ തിരിച്ചറിയുമോ എന്ന് വെയ്വുഷിയാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അവരൊന്നും വെയ്വുഷിയാനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. വെയ്വുഷിയാനെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം വേറൊന്നുമല്ല, മോസിയുവാന്റെ ദേഹത്ത് എന്തോ ബാധ കയറിയിരിക്കുന്നു. അത് വെയ്വുഷിയാന്റെ പ്രവൃത്തിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. വെയ്വുഷിയാൻ ആകട്ടെ മോസിയുവാനെ കണ്ടു കഴിയുമ്പോൾ അവനൊരു പപ്പറ്റായിട്ട് മാറിയിട്ടുണ്ടാകുമോ എന്നാണ് കരുതുന്നത്. അവന്റെ കഴുത്തിലുള്ള മാർക്കുകളും ശ്രദ്ധിക്കുന്നു. മോ ഫാമിലിയിലെ മാഡം ആകട്ടെ ഇത് മോഷിയുവാനുവിന്റെ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെയ്വുഷിയാനെ ആക്രമിക്കാൻ പോകുന്നു. എന്നാൽ അവരെ തടഞ്ഞുകൊണ്ട് ലാൻ യുവാൻ പറയുന്നത് ഇത് ഇയാളുടെ പ്രവൃത്തിയല്ല, എന്തോ ഈവിളിന്റെ പ്രവൃത്തിയാണ്, ശരീരത്തിലുള്ള അടയാളങ്ങൾ കണ്ടാലേ അറിയാമെന്ന് പറയുന്നു. എന്നിട്ടും അവരത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. മോഷിയുവാനി തന്നെയാണ് അത് ചെയ്തതെന്ന് പറയുന്നു, അതായത് വെയ്വുഷിയാൻ തന്നെ. അതിന് റീസൺ ആയിട്ട് അവർ പറയുന്നത് അവനും ഒരു കൾട്ടിവേറ്റർ ആണ്, അവന് കുറെ ഈവിൾ ടെക്നിക്കുകളൊക്കെ അറിയാമെന്നൊക്കെയാണ്. അത് മാത്രമല്ല അവന്റെ സാധനങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ അവൻ പ്രതികാരം വീട്ടുമെന്ന് രാവിലെ തന്നെ പറഞ്ഞതല്ലേ എന്നൊക്കെയും പറയുന്നു. അപ്പോഴേക്കും മോസിയുവാൻ ആകെ വയലന്റ് ആകുന്നു. ലാൻയുവാൻ ആകട്ടെ അവന്റെ ശരീരത്തിന്റെ ഫ്രണ്ടിൽ എക്സോസിസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. അതേസമയം തന്നെ വെയ്വുഷിയാൻ അവന്റെ പുറകിലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മോസിയുവാൻ ഒരു സ്റ്റാച്ചുവിനെ പോലെയാകുന്നു. അതിനുശേഷം വെയ്വുഷിയാൻ മോസിയുവാന്റെ ബോഡി പരിശോധിച്ചു കഴിയുമ്പോഴാണ് ആ കൊടി കിട്ടുന്നത്. മോ ഫാമിലിയുടെ മാഡം ആകട്ടെ തന്റെ മകനെ വിളിച്ചിട്ട് അവൻ റെസ്പോൺസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ലാൻയുവാനോടൊക്കെ ദേഷ്യപ്പെടുന്നു. എന്താണ് തന്റെ മകനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. വെയ്വുഷിയാൻ ആകട്ടെ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്നു. ഫ്രീ ആയിട്ട് എക്സോസിസം ചെയ്യുന്നതിന് വേണ്ടി ദൂരെ നിന്നാണ് അവർ ഇങ്ങോട്ട് വന്നത്, പുറത്തിറങ്ങരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞതാണ്. എന്നിട്ടും നിങ്ങളുടെ മകൻ പുറത്തിറങ്ങി ഈ കൊടി എടുക്കുകയായിരുന്നു. അതുമൂലമാണ് പ്രേതബാധ അവനെ ബാധിച്ചത്. എന്നിട്ട് അവസാനം എല്ലാ കുറ്റവും അവരുടെ മേൽ ചുമത്തുകയാണോ? അത് കണ്ട് മോ ഫാമിലിയിലെ മാഡം അവരുടെ ഭർത്താവിനോട് ദേഷ്യത്തോടെ ഇവരെ എല്ലാവരെയും ഇവിടുന്ന് പുറത്താക്കാൻ പറയുന്നു. എന്നാൽ അവരറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. അയാളുടെ ദേഹത്തും ഈവിൾ സ്പിരിറ്റ് ബാധിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ടായിരുന്നു അയാൾ റെസ്പോൺസ് ഒന്നും ചെയ്യാതിരുന്നത്. താൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നത് കൊണ്ട് മോ ഫാമിലിയിലെ മാഡം അയാളെ അവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. മോസിയുവാൻ എന്താണ് സ്റ്റാച്ചുവിനെ പോലെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ലാൻയുവാൻ പറഞ്ഞിരുന്നു തൽക്കാലത്തേക്ക് അവൻ കോമയിലാണ് എന്ന്. അതുകൊണ്ട് ദേഷ്യത്തിലായിരുന്ന മോ ഫാമിലിയിലെ മാഡം ആദ്യമേ തന്നെ മോസിയുവാനെ മുറിയിലേക്ക് റെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. ശേഷം ദേഷ്യത്തോടെ അവിടുന്ന് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് പുറത്ത് നിന്ന് കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നത്. മോ ഫാമിലിയിലെ മാഡവും എല്ലാവരും ഓടി അവിടെ എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ ഭർത്താവിന്റെ ദേഹത്തും പൂർണ്ണമായിട്ട് ആത്മാവ് പ്രവേശിച്ചിരിക്കുന്നു. എല്ലാവരെയും ആ ഈവിൾ സ്പിരിറ്റ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ലാൻ ക്ലാനിലുള്ള ശിഷ്യന്മാരാകട്ടെ അയാളെയും കയറുകൊണ്ട് വലിഞ്ഞു മുറുകുന്നു. മോ ഫാമിലിയിലെ മാഡം അതെല്ലാം കണ്ടപ്പോഴേക്കും ബോധം കെട്ട് വീണിരുന്നു. അതുമാത്രമല്ല ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നേരത്തെ വെയ്വുഷിയാനും ലാൻ യുവാനും കൂടി മോസിയുവാനെ സ്റ്റാച്ചുവിനെ പോലെ ആക്കിയ ഉടനെ തന്നെ വെയ്വുഷിയാന്റെ കയ്യിലെ ഒരു മുറിവ് അപ്രത്യക്ഷമായിരുന്നു. അതായത് മോഷിയുവാനുവിന് വേണ്ടി അവന്റെ ഒരു പ്രതികാരം വീട്ടിയിരിക്കുന്നു. ലാൻയുവാനും മറ്റുള്ള ശിഷ്യന്മാരും ആകട്ടെ അവിടുത്തെ അവസ്ഥ വളരെ മോശമാണെന്ന് മനസ്സിലാക്കി അവരുടെ മാസ്റ്ററിനെ വിളിക്കാൻ സിഗ്നൽ വിടാൻ തീരുമാനിക്കുന്നു. അത് കണ്ട് വെയ്വുഷിയാൻ ശരിക്കും ആകുലപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മാസ്റ്ററിനെ വെറുതെ ശല്യപ്പെടുത്തണോ എന്നൊക്കെ വെയ്വുഷിയാൻ ചോദിക്കുന്നു. അതുമാത്രമല്ല അവൻ ഇവിടെ അടുത്ത് വല്ലോടത്തും ഉണ്ടോ എന്നും ചോദിക്കുന്നു. എന്നാൽ വെയ്വുഷിയാൻ പറയുന്ന ഒന്നും തന്നെ അവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അവനൊരു ഭ്രാന്തനാണെന്നാണ് അവരും കണക്കാക്കുന്നത്. അവസാനം വേറെ നിവർത്തിയില്ലാതെ അവരുടെ മാസ്റ്റർ വരുന്നതിന് വേണ്ടി സിഗ്നൽ വിടുന്നു. വെയ്വുഷിയാൻ പറഞ്ഞതാണ് താൻ ഇതെല്ലാം ചെയ്യാമെന്ന്. പക്ഷെ വെയ്വുഷിയാൻ പറയുന്ന ഒന്നും തന്നെ അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഗോസുലാൻ ക്ലാനിലുള്ള ശിഷ്യന്മാരാകട്ടെ അവിടെ ആകെ തലിസ്മാൻ കൊണ്ട് നിറയ്ക്കുന്നു. ഇപ്പോ മോസിയുവാനെയും അവന്റെ ഫാദറിനെയും സ്റ്റാച്ചുവിനെ പോലെ അവർ ആക്കിയിട്ടുണ്ട്. വെയ്വുഷിയാൻ അവരെ ശരിക്കും നിരീക്ഷിച്ചു കഴിയുമ്പോൾ ഇത് യിൻ ടൈഗർ സീലിന്റെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പ് നശിപ്പിച്ചതല്ലേ എന്നാണ് അവൻ ആലോചിക്കുന്നത്. അപ്പോഴേക്കും വെയ്വുഷിയാൻ നേരത്തെ ഫ്രീസ് ആക്കിയ വ്യക്തിക്ക് ബോധം വന്നു എന്ന് മനസ്സിലാക്കിയ ഒരു സ്ത്രീ അവന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ ഉടനെ തന്നെ വെയ്വുഷിയാൻ ആ സ്ത്രീയെ തടയുകയായിരുന്നു. കാരണം അവന്റെ കഴുത്തിലും കറുത്ത പാടുകൾ വ്യാപിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് എല്ലാവരെയും ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ഭാഗ്യത്തിന് എല്ലാവരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവസാനം ഈവിള് ബാധിച്ച അവന്റെ ഇടത്തെ കൈ അവനെ തന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. അവന് അല്പം ബോധമുണ്ടായി എന്നാണ് തോന്നുന്നത്. കാരണം വലത്തെ കൈ കൊണ്ട് ആ കൈയിനെ അവൻ തടുക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ സാധിച്ചില്ല. അവസാനം ഇടത്തെ കൈ അവനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയായിരുന്നു. അത്
കണ്ട് അവനെ തൊടാൻ പോയ പെണ്ണ് പേടിച്ച് അലമുറയിട്ട് പ്രേതം പ്രേതം എന്നൊക്കെ പറയുന്നു. വെയ്വുഷിയാൻ അപ്പോൾ പ്രേതമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുന്നു. ലാൻ യുവാൻ ആകട്ടെ എല്ലാവരുടെയും ശരീരം നിരീക്ഷിക്കുകയായിരുന്നു. വെയ്വുഷിയാൻ പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് എന്തിനാണ് നീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. അപ്പോഴാണ് വെയ്വുഷിയാൻ ഒരു കാര്യം പറയുന്നത്. അവരുടെ എല്ലാവരുടെയും ഇടത്തെ കൈയിൽ എന്തോ ഈവിൾ സ്പിരിറ്റ് ബാധിച്ചിരിക്കുകയാണ്. ഇവർ ആരും ഇടത്തെ കയ്യന്മാരല്ല. എന്നെ ഇവർ വലത്തെ കൈ കൊണ്ടാണ് അടിക്കാറുള്ളത്. അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് അറിയാം. ലാൻ ജിങ്ങി അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ലാൻ യുവാൻ അത് ആലോചിച്ചു നോക്കുമ്പോൾ ശരിയാണ് എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് എല്ലാവരോടും അവരുടെ ഇടത്തെ കൈ പൊക്കാൻ പറഞ്ഞ് എല്ലാവരുടെയും കൈ പരിശോധിക്കുന്നു. എന്നാൽ അവരുടെ കൈ പരിശോധിക്കുന്ന സമയത്ത് ബോധം കെട്ട് കിടക്കുന്ന മോ ഫാമിലിയുടെ മാഡത്തെ ആരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പരിശോധിച്ചു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് പിന്നിൽ നിന്ന് ലാൻ യുവാനെ മോ ഫാമിലിയിലെ മാഡം ആക്രമിക്കാൻ വരുന്നു. വെയ്വുഷിയാൻ അത് മനസ്സിലാക്കി ലാൻ യുവാനെ തള്ളി മാറ്റുന്നു. അതുകൊണ്ട് ലാൻ യുവാന്റെ മുടിയിലൂടെ ഉരസി പോകാനേ സാധിച്ചുള്ളൂ. അതിനുശേഷം മറ്റേ വ്യക്തിയെ പോലെ തന്നെ മോ ഫാമിലിയിലെ മാഡത്തെയും മാഡത്തിന്റെ ഇടത്തെ കൈ കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊരുങ്ങുന്നു. അവരെ അതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ലാൻ ക്ലാനിലുള്ള ശിഷ്യന്മാർ അവരുടെ ദേഹത്തുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഡ്രസ്സ് മോ ക്ലാനിലെ മാഡത്തിന്റെ നേരെ എറിയുന്നു. എന്നാൽ അവരുടെ ശരീരത്തിലുള്ള ഈവിള് ടേബിള് കൊണ്ട് അത് തടുക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്തു. ലാൻ ക്ലാനിലുള്ള ശിഷ്യന്മാരാകട്ടെ അവരെ പിന്തുടർന്ന് കയറുകൊണ്ട് വലിഞ്ഞു മുറുകുന്നു. എന്നാൽ അതെല്ലാം കണ്ട് എന്തോ പന്തികേട് തോന്നിയത് കൊണ്ടായിരിക്കാം വെയ്വുഷിയാൻ സ്റ്റാച്ചു പോലെയുള്ള മോസിയുവാനെയും അവന്റെ ഫാദറിനെയും ഒരു പപ്പറ്റാക്കിയിട്ട് മോ ഫാമിലിയിലെ മാഡത്തിന്റെ ഉള്ളിലുള്ള ഈവിളിനെ ആക്രമിക്കാൻ വേണ്ടി വിടുന്നു. പപ്പറ്റുകളെ ഉണ്ടാക്കാനും ഈവിൾ കൾട്ടിവേഷനും ഒക്കെ വെയ്വുഷിയാനെ നന്നായിട്ട് അറിയാം. വെയ്വുഷിയാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മോ ഫാമിലിയിലെ മാഡത്തിന്റെ ഉള്ളിലുള്ള ഈവിള് അവരെ ചുറ്റിമുറുകിയിരുന്ന കയറിൽ നിന്നെല്ലാം റിലീസായിട്ട് ലാൻ ക്ലാനിലുള്ള എല്ലാവരെയും തെറിപ്പിച്ച് കളഞ്ഞിരുന്നു. അപ്പോഴേക്കും വെയ്വുഷിയാൻ ഉണ്ടാക്കിയ പപ്പറ്റുകൾ വന്ന് അവരെ ആക്രമിക്കുന്നു. പിന്നെ അവർ തമ്മിലുള്ള ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നേരത്തെ അവര് വിട്ട സിഗ്നൽ കിട്ടി ലാൻഷാൻ അവന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നു. വയലന്റ് ആയിട്ടുള്ള മോ ഫാമിലിയിലെ മാഡം ലാൻ ക്ലാനിലെ ശിഷ്യന്മാരെ പോലും ആക്രമിക്കാൻ വന്നതാണ്. വെയ്വുഷിയാൻ ആരും കാണാതെ ഒരു പ്രാവശ്യം അവന്റെ ടെക്നിക്ക് ഉപയോഗിച്ച് അവരെ രക്ഷിച്ചു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ മറ്റൊരു ശക്തിയാണ് അവരെ രക്ഷിച്ചത്. വേറെ ആരും ആയിരുന്നില്ല, ലാൻഷാൻ അവിടെ എത്തിയിരുന്നു. എന്നാൽ ലാൻഷാൻ അവിടെ എത്തുന്നതിന് മുമ്പ് വെയ്വുഷിയാൻ അത് മനസ്സിലാക്കി ഒരു തൂണിന്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുന്നു. ലാൻഷാൻ അവിടെ എത്തി അവന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ എളുപ്പത്തിൽ ആ ഈവിളുകളെ ഒക്കെ കീഴടക്കാൻ സാധിക്കുന്നുണ്ട്. വെയ്വുഷിയാൻ അതെല്ലാം ഒളിച്ചു നിന്ന് കാണുമ്പോൾ ലാൻഷാനെ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ലാൻ ക്ലാനിലുള്ള ശിഷ്യന്മാരാകട്ടെ ലാൻഷാനോട് എന്ത് തരത്തിലുള്ള ഈവിളാണ് ഇവരുടെ ശരീരത്തിൽ പ്രവേശിച്ചതെന്ന് ചോദിക്കുന്നു. അത് വളരെ ഡേഞ്ചറസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നു. ലാൻഷാൻ അപ്പോൾ പറയുന്നത് അത് ഈവിൾ സ്പിരിറ്റ് അല്ല, ഒരു സ്പിരിച്വൽ വെപ്പന്റെ സ്പിരിച്വൽ കോൺഷ്യസ്നെസ് ആണെന്നാണ്. ലാൻഷാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വാള് പരിശോധിച്ചിരുന്നു. അതിൽ നിന്നാണ് ലാൻഷാൻ അത് മനസ്സിലായത്. അത് ഇത്രമാത്രം പവർഫുൾ ആയിരിക്കുമോ എന്ന് ലാൻ ക്ലാനിലെ ശിഷ്യന്മാർ ചോദിക്കുന്നു. ലാൻഷാൻ അപ്പോൾ അത് ഒന്നുകൂടി നോക്കിക്കഴിയുമ്പോഴാണ് അത് യിൻ ടൈഗർ സീൽ ആണെന്ന് മനസ്സിലാകുന്നത്. വെയ്വുഷിയാന് നേരത്തെ അത് മനസ്സിലായിരുന്നു യിൻ ടൈഗർ സീലിന്റെ ശക്തിയാണെന്ന്. അത് കേട്ട് ലാൻ ക്ലാനിലെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, യിൻ ടൈഗർ സീല് വർഷങ്ങൾക്ക് മുമ്പ് നശിപ്പിച്ചതല്ലേ? ഒരുപക്ഷെ യീലിംഗ് പാട്രിയാർക്ക് ജീവനോടെ ഇരിക്കുന്നുണ്ടാകുമോ? യീലിംഗ് പാട്രിയാർക്ക് എന്നത് വെയ്വുഷിയാൻ തന്നെയാണെന്ന് നമുക്കറിയാം. അതിനുശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്ന വെയ്വുഷിയാനെയാണ് ആ ശിഷ്യന്മാർ നോക്കുന്നത്. പെട്ടെന്നാണ് അവിടുന്ന് ആരോ ഓടിപ്പോകുന്നത് അവർ കാണുന്നത്. എന്നാൽ ലാൻഷാൻ ഓടി അവിടെ എത്തുമ്പോഴേക്കും ആ വ്യക്തി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും വെയ്വുഷിയാൻ തന്നെ ആയിരിക്കും. ലാൻഷാനും ആലോചിക്കുന്നത് അത് തന്നെയാണ്, അത് വെയ്വുഷിയാൻ ആയിരിക്കുമോ എന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സീരീസിന്റെ തുടക്കത്തിലെ തന്നെ കഥ പറഞ്ഞ ആൾക്ക് അന്ന് കർട്ടന്റെ പുറകിൽ ഒളിച്ചിരിക്കുകയായിരുന്ന വ്യക്തി ഒരു ഗോൾഡ് കട്ട കൊടുക്കുന്നതാണ്. അയാൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. യീലിംഗ് പാട്രിയാർക്കിനെ കുറിച്ചുള്ള കഥ പറഞ്ഞതിന് ഇത്രയും ഗോൾഡ് കിട്ടിയെന്ന് ഓർത്ത് അയാൾ സന്തോഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ സീരീസ് കണ്ടപ്പോൾ ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് വെയ്വുഷിയാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ സംശയം വേറൊന്നുമല്ല, ആ വ്യക്തി അവിടുന്ന് പോയി കഴിയുമ്പോൾ തന്നെ കഴുതയുമായിട്ട് യഥാർത്ഥത്തിലുള്ള വെയ്വുഷിയാൻ മറ്റൊരു സൈഡിലൂടെ വരുന്നുണ്ട്. എന്തിനാണ് ഒരു വ്യക്തി വെറുതെ ആവശ്യമില്ലാതെ വട്ടം കറങ്ങിയൊക്കെ വരുന്നത്? ചിലപ്പോൾ ഇപ്രാവശ്യം ഈ സീരീസ് കണ്ടു കഴിയുമ്പോൾ അതിനുള്ള ഉത്തരം കിട്ടിയേക്കാം. വെയ്വുഷിയാൻ ആകട്ടെ അതിനുശേഷം അവന്റെ കയ്യിലെ മുറിവുകൾ നോക്കി കഴിയുമ്പോൾ ഒരു മുറിവ് ഒഴികെ എല്ലാ മുറിവും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന പ്രതികാരം ആരോടായിരിക്കുമെന്നാണ് വെയ്വുഷിയാൻ അപ്പോൾ ആലോചിക്കുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ അലഞ്ഞു തിരിഞ്ഞ കുറെ വാക്കുകൾ പറയുന്ന വ്യക്തി ഇപ്പോഴും ആ വാക്കുകൾ അവിടെ ഇരുന്ന് പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസിന് ശേഷമായിരിക്കും. പക്ഷേ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് സീരീസ് കാണാവുന്നതാണ്. ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് ഞാൻ ഇടുന്നതായിരിക്കും. ആഡ്സ് വാച്ച് ചെയ്ത് ലിങ്ക് കിട്ടിയതിന് ശേഷം കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് ബൈ.